ജയേന്ദ്ര മാസ്റ്റർ, ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച AAPയുടെ പ്രതിനിധി ആദ്യമേ ചൂണ്ടിക്കാട്ടുന്നത് ജനം ഡിബേറ്റ് ഉന്നയിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ചാണ്. വീണ്ടും ഒരു കലാപ നീക്കമോ എന്നാണ് ജനം ഡിബേറ്റ് ഈ വിഷയത്തിൽ ചർച്ചയായി ഹെഡിങ് നൽകിയിരിക്കുന്നത്. അത് AAPയുടെ പ്രതിനിധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതില്ല. ഈ എന്ത് കലാപമാണ് നടക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ വിഷയത്തെ ബോധപൂർവം വഴിതിരിച്ചുവിടാനുള്ള, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാജ്യ തലസ്ഥാനത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളെയൊക്കെ വഴിതിരിച്ചുവിടാനുള്ള ഒരു നീക്കം ഉണ്ടാവുകയാണ്. യഥാർത്ഥത്തിൽ കെജ്രിവാൾ ഇന്ന് നടത്തിയ സമരം E20 ഉന്നയിച്ചുകൊണ്ട് ഈ ചില കർഷക സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ ഇടയുള്ള സാഹചര്യം, ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വീണ്ടും ഒരു കലാപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ എന്ന ആശങ്ക ജനം TV പ്രകടിപ്പിച്ചത്. നോക്കൂ, 2014 ഭാരതത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളുടെ പ്രത്യാശയും പ്രതീക്ഷയും ഭാരതത്തിൽ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ പോലെ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് പോകും. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പ്രതിപക്ഷ സമരവും കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് രാജ്യത്തൊരു അട്ടിമറി നടത്താമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇന്ത്യയുടെ പ്രതിപക്ഷം എന്നാണ് നമ്മൾ ധരിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും വർഷങ്ങൾ കഴിയും തോറും ഇന്ത്യ രാജ്യത്ത് ഭരണവിരുദ്ധ വികാരം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടും ഭരണകൂടങ്ങളോടും മാത്രമായി അവശേഷിക്കുകയും ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളെ രണ്ട് കൈയും നീട്ടി പൊതുജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന അഭൂതപൂർവവും അവിശ്വസനീയവുമായ ഒരു കാഴ്ചയാണ് ഇന്ത്യ രാജ്യത്തുണ്ടായത്. സ്വാഭാവികമായിട്ടും ജനാധിപത്യ മാർഗത്തിൽ ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കലാപത്തിന്റെ അവസരങ്ങൾ ഒന്നുപോലും പാഴാക്കില്ലെന്ന് മാത്രമല്ല, ബോധപൂർവം കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുകയും അസ്വസ്ഥത പടർത്തുകയും ജനങ്ങളുടെ മനസ്സിൽ ഭീതി വിതയ്ക്കുകയും ചെയ്തുകൊണ്ട് ഒരുപാട് ശ്രമങ്ങൾ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ നടത്തി. അത് SIRന്റെ വിഷയത്തിലായാലും CAയുടെ വിഷയത്തിലായാലും ജമ്മു കാശ്മീരിന്റെ 370-ാം വകുപ്പ് പിൻവലിച്ച വിഷയത്തിലായാലും മുത്തലാഖിന്റെ വിഷയത്തിലായാലും രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ മറപിടിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ കലാപത്തിനുള്ള ശ്രമങ്ങൾ നിരവധി നടത്തിയതിന്റെ സൂചനകൾ ഒരുപാടില്ലേ. നോക്കൂ, ഇന്നലെ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വലിയ കലാപത്തിന് പോലും ആളുകൾ ഒപ്പുകൂട്ടി. അവസാനം ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു. കോടതി പറയുന്നു അദ്ദേഹം നിരപരാധിയാണ്, വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ല, അദ്ദേഹത്തെ കോടതിയാണ് കുറ്റവിമുക്തമാക്കിയിരിക്കുന്നത്. സമാനമായ ഒരു കർഷക വിപ്ലവം, കർഷക സമരം, അതിന്റെ പുറകിൽ ഒരു കലാപം, അക്രമം, അതിന്റെ പിന്നിൽ കർഷകരല്ലാത്ത ആളുകൾ അണിനിരത്തിക്കൊണ്ട് വളരെ കൃത്യമായി ശ്രമം നടത്തി. അതും ദയനീയമായി പരാജയപ്പെട്ടു. ഏറ്റവും അവസാനം പാറ്റകൾ എന്ന പേരിൽ വിദ്യാർത്ഥി സമൂഹവുമായി ഉള്ള ഒരു വിഷയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസമോ വിദ്യാർത്ഥികളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെ മുൻനിർത്തിക്കൊണ്ട് കലാപത്തിനുള്ള ഒരു വലിയ കോപ്പുകൂട്ടി. വളരെ കൃത്യമായിട്ട് ഇപ്പോൾ അതും ഏതാണ്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു, ജനങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് ആ പരാജയത്തിൽ നിന്നൊന്നും പാഠം പഠിക്കാതെ പ്രതിപക്ഷ കക്ഷികൾ വീണ്ടും ചില കലാപത്തിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് E20 ഇന്ധനവുമായി ബന്ധപ്പെട്ടാണ്. രാജ്യത്തെ കർഷകർക്കും പരിസ്ഥിതി സൗഹൃദവുമായിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങൾ അവർക്കുണ്ടാകുന്ന പ്രക്ഷോഭത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് അതിനെ കലാപത്തിന്റെ ഭാഷയിലേക്ക്, പഴയ കർഷക സമരത്തെ അത്തിന് പുറകിൽ പ്രവർത്തിച്ച ആളുകളെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ഒരു കലാപ ശ്രമത്തിന് സാധിക്കുമോ എന്നുള്ള ശ്രമങ്ങൾ ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിലും കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നു എന്നതിന്റെ സൂചന ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവർ ഇനിയും പാഠം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് നീലിമ. കഴിഞ്ഞ കർഷക സമരത്തിന്റെ പുറകിൽ നിന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്, ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയും പഠിക്കേണ്ടത്, ആ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അഭൂതപൂർവമായ വിജയമാണ് കർഷക സമൂഹം BJPക്ക് സമ്മാനിച്ചത്, NDAക്ക് സമ്മാനിച്ചത് എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാന ആയാലും പഞ്ചാബ് ആയാലും കർഷക സമരം നടന്ന ഡൽഹിയുടെ ആന്ധ്രാപ്രദേശങ്ങളായാലും അവിടെ നിന്നൊക്കെ വർദ്ധിതമായ ഭൂരിപക്ഷത്തോടെ ഗവൺമെന്റിനെ പിന്തുണയ്ക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്? കർഷകരുടേതാണോ? തൊഴിലാളികളുടേതാണോ? വിദ്യാർത്ഥികളുടേതാണോ? അതല്ല. ഇന്ത്യയെ പോലെ ജനാധിപത്യത്തിൽ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിലും
ജനാധിപത്യത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ആ. തങ്ങളുടെ നിൽക്കക്കള്ളി നഷ്ടപ്പെടുമ്പോൾ ഇവർ കാണിക്കുന്ന ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ തന്നെയല്ലേ ഇവരെ അപഹാസ്യരാക്കുന്നത്? ജനങ്ങൾ അതുകൊണ്ട് തന്നെയല്ലേ ഇവരെ ഒറ്റപ്പെടുത്തുന്നത്? ഇതിനെതിരായിട്ടുള്ള ഇനിയും പാഠം പഠിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നീലിമ ഈ സൂചന നൽകുന്നത്. ഞാനൊന്ന് ഒരു മിനിറ്റ് ബാക്കിയുള്ളവരിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. അങ്ങ് ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ഞാൻ BJP പ്രതിനിധിയോട് അതിനുള്ള പ്രതികരണം ജയചന്ദ്രനോട് ഒരൊറ്റ ചോദ്യം. എനിക്ക് അങ്ങ് അദ്ദേഹം വഴങ്ങുമെങ്കിൽ മാത്രം പാഠം പഠിച്ചില്ലെന്നും പെട്ടെന്ന് പറയും പാഠം പഠിച്ചില്ലെന്നും ഒക്കെ വന്നിരുന്ന് സംസാരിക്കുമ്പോ ഇന്ത്യയിൽ നിങ്ങൾ പറഞ്ഞല്ലോ അത്ര വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഇന്ത്യ ഭരിക്കുന്നു ഒക്കെ പറഞ്ഞല്ലോ. എന്റെ പൊന്ന് ജയചന്ദ്രൻ മാഷെ, സമരത്തിന്റെ പുറത്ത് ഇന്ത്യയിൽ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് BJP മന്ത്രിസഭയെന്ന്, അല്ലാതെ പ്രതിപക്ഷത്തിന്റെ ഇടയെന്നല്ല. അത്രയും മാത്രമേ. പഞ്ചാബ് മന്ത്രി രാജിവെച്ചോ? പഞ്ചാബ് മന്ത്രി പ്രശ്നം പഞ്ചാബിൽ നടക്കുന്നുണ്ട്. ജയചന്ദ്രൻ മാഷ് നീലിമയും കൂടെ ഉത്തരം പറഞ്ഞാൽ എന്നാലും ഒരു സെക്കൻഡ്, ഞാൻ അങ്ങേലേക്ക് വരാം. അങ്ങ് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഈ ചർച്ചയിൽ സംസാരിച്ചത്. ഞാൻ വരാം. മാഷൊന്ന് കൺക്ലൂഡ് ചെയ്യൂ. അല്ല, ഞാൻ ചോദിക്കട്ടെ സാർ, മുഖ്യമന്ത്രി അതിദയനീയമായി രാജിവെച്ചത് നിങ്ങളുടെ പരാജയം അംഗീകരിക്കുമോ? നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൗഡ് പുള്ളറായിരുന്ന MP തെറ്റ് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ വഞ്ചന തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ജീവിത കാലഘട്ടങ്ങളിൽ ഞാൻ BJPയെ ഇത്തരത്തിൽ വിമർശിച്ചതും പോരാടിയതും തെറ്റായിപ്പോയി എന്ന് സമ്മതിച്ചുകൊണ്ട് BJPയിലെത്തുന്നു. ഇവിടെ ആരാണ് പാഠം പഠിക്കുന്നത്? രാഘവ് ചദ്ദ എന്ന് നമുക്ക് പറഞ്ഞു ഒരുപാട് രാഘവ് ചദ്ദ എന്ന് പറയുന്ന മനുഷ്യനെ BJP രാജ്യസഭ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോ അശോക് മിത്തലിനെ അപ്പോയിന്റ് ചെയ്തു. ആം ആദ്മി പാർട്ടി രാജ്യസഭയിൽ അതിന്റെ ലീഡറായി. അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്ത് 16/2/2026 അപ്പോയിന്റ് ചെയ്യും. 18/4/2024 അദ്ദേഹത്തിന്റെ ലവ്ലി യൂണിവേഴ്സിറ്റിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ പോയി ഈ എന്താ പറയാ റെയ്ഡ് നടത്തുകയും ചെയ്തപ്പോ പഞ്ചാബിൽ നിന്നുള്ള അശോക് മിത്തൽ നിങ്ങളിലേക്ക് വന്നു. ഇത് ജനങ്ങൾക്കൊക്കെ അറിയാം സാറേ, പറഞ്ഞു. അല്ല സാർ, ഒരു EDയെ കാണുമ്പോൾ ഭയപ്പെടുന്നവരാണോ ആം ആദ്മി പാർട്ടിയുടെ MP മാരും ആം ആദ്മി പാർട്ടിയുടെ ശ്രമിക്കുന്നവരാണ്? ആം ആദ്മി പാർട്ടിയുടെ ചില വാദമുഖങ്ങൾ ഉന്നയിച്ചു. അദ്ദേഹം മറുപടി പറയട്ടെ. അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള സമയം കൊടുക്കും. ഞാൻ നിങ്ങളോട് കൈകൂപ്പി ചോദിക്കുന്നത്, രാജ്യത്തൊരു മാറ്റം വരുത്താൻ വേണ്ടിയുള്ള ബഹുജനങ്ങളുടെ നേതാവായി വളർന്നു വരുന്നവൻ അടിയുടെ, വെടിയുടെ, ഇടിയുടെ, ഭീഷണിയുടെ, സാമ്പത്തിക ഭീഷണിയുടെ, പോലീസ് മർദ്ദനത്തിന്റെ മുമ്പിൽ മുട്ടുപറിക്കുന്നവരാണോ? അത്തരത്തിലുള്ള ഒന്നല്ല സാർ. നിങ്ങളുടെ MP മാരിൽ ബഹുഭൂരിപക്ഷവും നിങ്ങളുടെ ജനപ്രതിനിധികളിൽ നേതാക്കന്മാർ ബഹുഭൂരിപക്ഷവും ഈ തരത്തിൽ വിടുവായത്വം പറഞ്ഞ് മുന്നോട്ട് വരികയും ഇത്തരത്തിലുള്ള നിസ്സാരമായ പ്രശ്നത്തിന് മുമ്പിൽ പതറിപ്പോകുന്നവരാണ് എന്ന് പറയുമ്പോൾ നാളെ നിങ്ങളും അങ്ങനെയാകുമെന്ന് ഞങ്ങൾ ധരിച്ചു പോയ കുറ്റം പറയാം. അരവിന്ദ് കേജ്രിവാളും മനീഷ് സിസോദിയയും നിങ്ങൾ പിടിച്ച 6ഉം 1 വർഷവും 2 വർഷവും ജയിലിലിട്ട് പതറിയോ? നിങ്ങൾക്ക് മാപ്പഴി നൽകിയോ? സഞ്ജയ് സിംഗ് മാപ്പഴി നൽകിയോ? കേജ്രിവാൾ നൽകിയോ? ചോദ്യം വളരെ പ്രസക്തമാണ്. എല്ലാവരും വേട്ടയാടിയില്ലേ? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കോൺഗ്രസ് നേതൃത്വ വേട്ടയാടുന്നതിനേക്കാളും രൂക്ഷമായി വർഷത്തിലധികം മാത്രം പ്രായമുള്ള ഒരു പാർട്ടിയെ എല്ലാ തരത്തിലും വേട്ടയാടി മാപ്പഴി നൽകിയോ? വിനോദ്, ജയചന്ദ്രൻ മാഷ് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ മിണ്ടില്ല. എന്റെ അവസരത്തിൽ ദയവ് ചെയ്ത് ഇടപെടില്ല പ്ലീസ്. അതല്ലേ ഒരു മര്യാദ? അതല്ലേ ജനാധിപത്യം? ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കുകയും നിങ്ങൾ പറയുമ്പോൾ ഞാൻ കേട്ടിരിക്കുകയും നിങ്ങൾക്ക് അനുവദിക്കുന്ന സമയത്ത് നിങ്ങൾ സമാധാനം പറയുകയും ചെയ്യുമല്ലോ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുക. ഞാൻ ചോദിക്കുന്നത്, ഇതേ നിങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളും വിശ്വസിക്കുന്ന ജനാധിപത്യത്തിലാണല്ലോ. ഡൽഹിയിലെ ജനങ്ങൾ ഇത്തരം ഒരു അവസരം കെജ്രിവാളിന് ബന്ധപ്പെട്ടവർക്കും നൽകിയത് ജനവിധിയിലൂടെയാണല്ലോ. അവിടെ തന്നെ ഇതിനുശേഷം മറ്റൊരു തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ ജനം നിങ്ങളോട് കാണിച്ച മനോഭാവം എന്താണ് സർ? നിങ്ങളെ ജനം ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു. അവശേഷിക്കുന്ന ബുദ്ധിയുള്ള നേതാക്കന്മാർ, അവർക്ക് കാര്യം മനസ്സിലായി. അവർ BJPയോട് സഹകരിക്കാൻ തയ്യാറായി. നിരന്തരം നിങ്ങൾ അനുവർത്തിച്ച വിരുദ്ധവും അന്തരീക്ഷത്തിൽ അവർ സഹിക്കാൻ കഴിയില്ല.
സ്വാഭാവികമായും പ്രതീക്ഷിച്ച ഒരു ചോദ്യമാണ് ബീഹാറിൽ എന്താണ് പറ്റിയതെന്ന്. ബീഹാറിൽ നിങ്ങളുടെ നേതാവിന്റെ ദേശീയ നേതാവിന്റെ മണ്ഡലം ഞാൻ ചോദിക്കുന്നുണ്ട് നീലിമ, രണ്ടുപേരും ചോദിക്കില്ല. ബീഹാറിൽ നിങ്ങളുടെ വലിയ നേതാവിന്റെ മണ്ഡലത്തിൽ പ്രശാന്ത് കിഷോർ ജയിച്ചു. അതിന്റെ അടിസ്ഥാനം BJP ഇന്ത്യയിൽ ജനങ്ങൾ തൂത്തെറിഞ്ഞു എന്നാണോ ഇലക്ഷൻ തോറ്റാൻ? അല്ല, ഇത് നിങ്ങൾ അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞത് നിങ്ങൾ അംഗീകരിച്ചാണ് ഈ മറുചോദ്യം. ഞാൻ ഇലക്ഷനിൽ തോറ്റാൽ ജനത്തിന്റെ ഞങ്ങൾ തോറ്റില്ല എന്ന് പറഞ്ഞില്ല. ഡൽഹിയിലെ നിയമസഭാ ഇലക്ഷനിൽ ഞങ്ങൾ തോറ്റില്ല എന്ന് പറഞ്ഞു. എന്ന് കരുതി ജനാധിപത്യമായ ഒരു സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ കലാപത്തിന് കോപ്പ് കൂട്ടുകയാണെന്ന് പറഞ്ഞാൽ കൈവരിക്കാൻ കഴിയില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞങ്ങൾ അവിടെ അടിയുണ്ടാക്കിയില്ല, പ്രശ്നം ഉണ്ടാക്കിയില്ല, പല്ലേറുണ്ടാക്കിയില്ല, ബോംബേറുണ്ടാക്കിയില്ല, രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കിയില്ല. ഞങ്ങൾ രാജ്യദ്രോഹികളാണെന്ന് പറഞ്ഞില്ല. അങ്ങ് മാത്രം ഈ ചർച്ചയിൽ സംസാരിച്ചാൽ പോരാ, ബാക്കിയുള്ളവരിലേക്ക് കൂടി പോകണം. അങ്ങ് ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ അദ്ദേഹം മറുപടി പറയുകയാണ്. ദയവായി അങ്ങ് ക്ഷമിക്കുക, താങ്കൾ ഒന്ന് ക്ഷമിക്കുക. ഇപ്പോൾ AAPയുടെ രാജ്യത്തെ അവസ്ഥ എന്താണെന്നൊക്കെ ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. മാഷൊന്ന് തുടർന്നോളൂ. മാഷ് തുടർന്നോളൂ. വിനോദ്, ഇത്ര അസഹിഷ്ണുത പാടില്ല ഈ വിഷയം. ഞാൻ പറഞ്ഞത് മുഴുവൻ വിനോദ് അംഗീകരിച്ചത് കൊണ്ടായിരിക്കാം. വിനോദ് ഒരു മറുചോദ്യം എന്നോട് ചോദിച്ചു. വിനോദ് എനിക്ക് ഉത്തരമല്ല തന്നത്, ഒരു മറുചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഉന്നയിച്ച വാദഗതികളോട് 100% താങ്കൾ യോജിക്കുന്നുവെന്ന് പ്രേക്ഷകർക്ക് ധരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തരാമെന്ന് ഞാൻ മറുപടി പറയാൻ സമയം തരും. ഇനി 1 മണിക്കൂർ ബാക്കി കിടപ്പുണ്ട്. ബാക്കി ഒരൊറ്റ അതിഥികളിലേക്ക് കൂടി പോയിട്ടില്ല. താങ്കൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്? അദ്ദേഹം സംസാരിക്കട്ടെ. താങ്കൾ പറഞ്ഞ വാക്കുകൾക്ക് അദ്ദേഹം മറുപടി പറയും. അതിനുശേഷം താങ്കൾക്ക് ഇടപെടാം അങ്ങയുടെ ടേൺ വരുമ്പോൾ. പ്ലീസ്. ശീലമാക്കരുത്. മുമ്പത്തെ ചർച്ചയിലും ഉണ്ടായ അനുഭവം ഇത് തന്നെയാണ്. നിങ്ങൾ പറയുമ്പോൾ ഞാൻ കേട്ടിരിക്കും, ഞാൻ പറയുമ്പോൾ നിങ്ങൾ അസ്വസ്ഥനാകും, നിങ്ങൾ തടസ്സപ്പെടുത്തും. ദയവ് ചെയ്ത് കേൾക്കൂ. ഞാനിപ്പോ പറയുന്നത്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ കൂടെ നിങ്ങൾ അംഗീകരിച്ചത് കൊണ്ടാണ് നിങ്ങൾ അതിന് ഉത്തരം പറയാതെ ഒരു മറുചോദ്യം എന്നോട് ചോദിച്ചു. സ്വാഭാവികമാണ് സർ. 64% വോട്ട് ചെയ്ത ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടന്നിടത്ത് ഇത്തവണ 32% വോട്ടെടുപ്പ് നടന്നപ്പോൾ അവിടെ BJPയുടെ സ്ഥാനാർത്ഥി അല്പമല്ല BJPയുടെ സ്ഥാനാർത്ഥിയാണ് പരാജയപ്പെട്ടത്. പകരം അവിടെ വന്നതാരാണ് വിനോദ? നിങ്ങളല്ലല്ലോ. നിങ്ങളുടെ ഒരു രാഷ്ട്രീയം കൂടെ ഞാൻ പറയട്ടെ, ഒന്ന് നിങ്ങൾ ക്ഷമിച്ചു കേൾക്കുമോ? സർ, ആസാമിൽ ആരാണ് ഇന്ന് പ്രതിപക്ഷം? BJPക്ക് താല്പര്യമുള്ള കക്ഷിയാണ് ആസാമിൽ പ്രതിപക്ഷമായിട്ടുള്ളത്. ബംഗാളിൽ ആരാണ് പ്രതിപക്ഷം? BJPക്ക് താല്പര്യമുള്ള ആളുകളാണ് പ്രതിപക്ഷം. ഈ ബീഹാറിലാവട്ടെ BJPക്ക് ഇന്ന് മുന്നോട്ട് വരുന്നത് നിങ്ങൾക്ക് അസ്വസ്ഥം ഉണ്ടാക്കുന്ന ഒരു മുഖമാണോ? ആ മുഖം BJPയുടെ കൂടെ നിൽക്കുന്ന മുഖമായി മാറുമോ നാളെ? 32% വോട്ടിൽ നിന്നും 64% വോട്ടിൽ നിന്നും 32% കുറഞ്ഞപ്പോൾ BJPയുടെ 45,000 വോട്ട് ബേസിൽ കുറവ് വന്നിട്ടില്ല. മാത്രമല്ല, ഒരു ബൈ ഇലക്ഷൻ, ഞാൻ വിനോദിന് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, ആഹ്ലാദിക്കുന്ന നിങ്ങളോട്. പണ്ട് UPയിൽ യോഗി ആദിത്യനാഥ് രാജിവെച്ചൊഴിഞ്ഞ മണ്ഡലത്തിൽ ഇതേ വിജയം ആവർത്തിച്ചിരുന്നു. നിങ്ങളെപ്പോലുള്ളവർ വിശ്വസിച്ചു, ഇതാ BJPയുടെ കഥ കഴിഞ്ഞു, ഞങ്ങളിതാ വരാൻ പോകുന്നുവെന്ന്. പൂർവാധികം ശക്തിയോടെ ആ സംസ്ഥാനം തിരിച്ചു വന്ന അനുഭവമാണ് ഉണ്ടായത്. ആ ജനാധിപത്യത്തെയും ഞങ്ങൾ അംഗീകരിക്കുന്നു വിനോദ്. ഞങ്ങൾ അംഗീകരിക്കുന്നു വിനോദ്. അവിടെ BJPക്ക് സ്ഥാനാർത്ഥിക്ക് 2 സീറ്റുള്ളത് ഒന്നായി ചുരുങ്ങിയിട്ടുണ്ട് വിനോദ്. അത് ഞാൻ അംഗീകരിക്കുന്നു. ബൈ ഇലക്ഷനിൽ BJP കൊടുക്കുന്ന പ്രാധാന്യം വിനോദിന് അറിയാമല്ലോ. ഇത് നിങ്ങൾ തോറ്റതുപോലെയാണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെങ്കിൽ ഞാൻ അംഗീകരിക്കാം. മറിച്ച് വിനോദിനെപ്പോഴും ആളുകൾ മനസ്സിലാക്കേണ്ട, ചെറുപ്പക്കാരനാണ് നിങ്ങൾ. നിങ്ങളെപ്പോലുള്ള കക്ഷികൾ പഠിക്കേണ്ടത്, രാജ്യത്തെ ഇന്ത്യക്ക് പോരായ്മകൾ ഉണ്ടെങ്കിലും ഈ രാജ്യം ജനാധിപത്യം നിലനിൽക്കുന്നു. അധികാരത്തോട് പ്രതിബദ്ധതയില്ലാത്ത ജനതയുടെ ഭരണകൂടത്തെ തൂത്തെറിയുന്ന ഇന്ത്യൻ ജനങ്ങൾ ഒരു മടിയും ഒരു കാലത്തും കാണിച്ചിട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെപ്പോലും കിരീടവും ചെങ്കോലും അധികാരവും എല്ലാം കയ്യിലുണ്ടായിട്ടും അത് കഴിഞ്ഞപ്പോൾ ജനം അവരെ തൂത്തെറി നൽകിയ പാഠം എന്താണ്? ലോകത്ത് എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിലും ഭാരതത്തിലെ ജനങ്ങൾ ജനാധിപത്യ ബോധമുള്ളവരാണ്. നരേന്ദ്രമോദി കൊള്ളരുതാത്തവനും ജനവിരുദ്ധനുമാണെങ്കിൽ വിനോദ് ഒരു സംശയവും വേണ്ട, ഇന്ത്യ രാജ്യത്തെ ജനത അടുത്ത അവസരം ആ സർക്കാരിന് നൽകില്ല. പകരം നിങ്ങൾക്ക് ഒരു കാര്യവും കൂടെ വിനോദ് പഠിക്കണം. 5 സംസ്ഥാനങ്ങളിലാണ് ബൈ ഇലക്ഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നത്. കേരളം, ബംഗാള്, തമിഴ്നാട്, പോണ്ടിച്ചേരി, ആസാം. വിനോദ് പഠിക്കുമോ?
BJP ഭരിച്ച 2 സംസ്ഥാനങ്ങളിലും പൂർവാധികം ശക്തിയോടെ BJP തിരിച്ചു വന്നു. ബാക്കി 3 സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടായി, തമിഴ്നാട്ടിൽ ഭരണമാറ്റം ഉണ്ടായി, പോണ്ടിച്ചേരി BJP നിലനിർത്തി, ബംഗാളിൽ ഭരണമാറ്റം ഉണ്ടായി. BJPയുടെ 2 സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ വീണ്ടും BJP വിശ്വസിച്ച് അധികാരമേൽപ്പിച്ചപ്പോൾ മറ്റ് 3 സംസ്ഥാനങ്ങളിൽ വിനോദേ നിലവിലുണ്ടായിരുന്ന ഭരണകൂടത്തെ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ് ബംഗാളിൽ ജനങ്ങൾ BJP അധികാരമേൽപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തും BJPക്ക് അനുകൂലമായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവാത്തത്? BJP ഇതരരോട് എന്തുകൊണ്ടാണ് ജനം ഭരണവിരുദ്ധമായത് മാത്രമല്ല അവരെ അടുപ്പിക്കില്ലെന്ന് പറയുകയും ചെയ്യുന്നത്? ഇതല്ലേ നിങ്ങളെ അസ്വസ്ഥമാക്കുന്നത്? രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി ജനഹിതത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നു, ജനങ്ങൾ അവരെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഒരു ജനാധിപത്യ മാർഗത്തിലൂടെ സർക്കാരിനെ നിങ്ങൾക്ക് താഴെ ഇറക്കാൻ കഴിയില്ല. നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന വിഷയം അതല്ലേ? അതുകൊണ്ട് ഒരു കലാപത്തിന്റെ ഭാഷയിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് ജനങ്ങളെ അക്രമോത്സുകരാക്കി മാറ്റിക്കൊണ്ട് അങ്ങ് എന്താ ബംഗ്ലാദേശിലും നേപ്പാളിലുമൊക്കെ നടന്ന മാതിരിയില് ജൻസികളെയും കലാപകാരികളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു അട്ടിമറിക്ക് സാർവദേശീയ പിന്തുണയോടെയും രാജ്യവിരുദ്ധരെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്താമെന്നുള്ള നിങ്ങളുടെ ഓരോ മോഹങ്ങൾ ഒന്നൊന്നായി തകർന്നടിയുകയല്ലേ? അവിടെയാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഇനിയും പാഠം പഠിക്കുന്നില്ലേ എന്ന്. ഭരണവിരുദ്ധ വികാരം BJPക്ക് നേരിടേണ്ടി വരുന്നില്ല. BJP ഒഴികെയുള്ള എല്ലാ കക്ഷികളും ഇന്ത്യയിൽ ഭരണവിരുദ്ധ വികാരം നേരിടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇത്രയധികം സംസ്ഥാനങ്ങളിൽ BJP ഭരണം, ഒരു കക്ഷിക്ക് ഭരണം അവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ നീലിമ? നിലവിലുള്ള ഭരണകൂടത്തോട് ഇതുമാതിരി ജനങ്ങൾ പ്രതികരിക്കുന്ന അവസ്ഥ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?